കാറ്റത്തെ കിളിക്കുടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷേട്ടൻ്റെ മനസ്സിൽ ചാന്ദിനിയോട് പ്രണയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുഭാഷേട്ടൻ ഏത് സമയം വളരെ ഹാപ്പിയാണ്. ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ചിരിച്ചുകൊണ്ടാണ്. ആൾ ഈ ലോകത്തൊന്നുമല്ല, മറ്റേതോ ലോകത്താണ്. അതുകൊണ്ട് ചുറ്റുപാടും നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നതേയില്ല. ഇത് കണ്ട് ഹരീഷിനും സുധീഷിനും നമ്മുടെ നിധിക്കൊക്കെ എന്തോ ഒരു ഡൗട്ട് തോന്നുവാണ്. ഇത്രയും നാളുണ്ടായിരുന്ന സുഭാഷേട്ടനല്ല ഇപ്പോൾ കാണുന്നത്, വളരെ വ്യത്യസ്തമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നുള്ള ഉത്തരമാണ് കിട്ടുന്നത്. അങ്ങനെ രാത്രിയായതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പതിവ് പോലെ നമ്മുടെ സുഭാഷേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകണ്ട് നിധി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. റൂമിൽ കയറി നിധി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. റൂമിൽ അങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. സുഭാഷേട്ടന് ഇത് എന്താ പറ്റിയത് മനസ്സിലാവുന്നില്ലല്ലോ. ഇത്രയും നാൾ കണ്ട ആളേ അല്ല, ആകെ മാറിയിരിക്കണോ, എന്തായാലും കണ്ടുപിടിക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അല്പസമയം കഴിഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. സുധീഷിനെ നോക്കുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ ഫോണിൽ നോക്കി ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നിധി. അപ്പോൾ പെട്ടെന്ന് സുധീഷ് തിരിഞ്ഞു നോക്കുവാണ്. എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നിങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ പറഞ്ഞത് എന്ന് ഒന്നുകൂടെ ചോദിക്കുകയാണ് സുധീഷ്. അല്ല, ഒന്നിങ്ങോട്ട് അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് കയറി പോവാണ് റൂമിലേക്ക്. സുധീഷിനെ ഇതങ്ങ് കണ്ടതും നിധി ഇങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷമാവാണ്. അതും റൂമിലേക്കാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നെ റൂമിലേക്കാണല്ലോ വിളിക്കുന്നത്, പെട്ടെന്ന് ചെന്നേക്കാം, എന്തായാലും ഒന്ന് മുടിയൊക്കെ ചീവി കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോവാമെന്ന് ചിന്തിച്ച് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ചീപ്പെടുത്ത് മുടി ചീവി ഒരു സ്പ്രേ ഒക്കെ അടിച്ച് കുറച്ച് പൗഡറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം നിധി വിളിച്ചിട്ടും സുധീഷ് അങ്ങോട്ട് അകത്തേക്ക് കാണാത്തത് കൊണ്ട് അവളിങ്ങനെ എന്താ ഇദ്ദേഹത്തെ കാണാത്തത്, എന്ത് പറ്റി, കുറച്ച് നേരമായാലും ഞാൻ വിളിച്ചിട്ട് പോയി നോക്കാമെന്ന് ചിന്തിച്ച് പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്ന സമയത്ത് കണ്ണാടിയിൽ മുന്നിൽ നിൽക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷ്, ഒന്നിങ്ങ് അകത്തേക്ക് വരാൻ പറഞ്ഞില്ലേ, എന്താ ഇത്ര താമസം എന്ന് ചോദിക്കുമ്പോൾ ദാ വരുന്നു നിധി, ഇപ്പോൾ വരാം, നീ പൊക്കോ എന്ന് പറയുമ്പോൾ നിധി പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയം സുധീഷിൻ്റെ മനസ്സിലാണെങ്കിൽ സന്തോഷം കൊണ്ടിങ്ങനെ തുള്ളിച്ചാടുന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. സുധീഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എത്ര നാളായിട്ട് കാത്തിരുന്ന ഒരു ദിവസമാണിന്ന്. ഞാനിത് എത്രയോ നാളെ മുന്നേ പ്രതീക്ഷിച്ചതാണ്. എന്തായാലും അവൾ ഇന്നേ ദിവസമെങ്കിലും എന്നെ അകത്തേക്ക് വിളിച്ചല്ലോ, എന്തായാലും പെട്ടെന്ന് ചെന്നേക്കാം, നിധിയെ മുഷിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. സുധീഷ് റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നിധി അവിടെ ബെഡിലിരിക്കുകയാണ്. നിധി സുധീഷിനോട് പതിയെ പറയുന്നുണ്ട്, സുധീഷേ ആ ഡോർ അങ്ങ് അടച്ചേക്ക്. ഇത് കേട്ട് സുധീഷ് ഒന്നുകൂടി നിധിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത് നിധി? ആ ഡോർ അങ്ങ് അടച്ചേക്കാൻ പറയുന്നതാണ്. ഇത് കേട്ട് സുധീഷിന് ഒന്നുകൂടെ സന്തോഷം വർദ്ധിക്കുന്നുണ്ട്. അവൻ ഹാപ്പിയോടെ പെട്ടെന്ന് ചെന്ന് ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. നിധി പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ വീടിൻ്റെ ബാക്ക് സൈഡിലുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഹരീഷും നികേഷും എവിടെ? അവർ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നു. ശരി, നമ്മൾ സംസാരിക്കുന്നത് ആരും കേൾക്കില്ലല്ലോ അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ല, നീ എത്ര ഉച്ചത്തിൽ സംസാരിച്ചാലും അവരാരും കേൾക്കില്ല. എന്താ നിധി എന്ന് ആകാംക്ഷയോടുകൂടി സുധീഷ് ചോദിക്കുകയാണ്. സുധീഷ് പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് കൂടുതൽ അടുത്തടുത്തേക്ക് ഇങ്ങനെ നടന്നു ചെല്ലുവാണ്. ഇത് കണ്ട് നിധി പിറകിലോട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നത്? അപ്പോൾ സുധീഷ്, അല്ല നീയല്ലേ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളോട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നീ എന്തിനാ എന്നോട് ഡോറ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു, അത് മറ്റുള്ളവർ കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഡോറ് ക്ലോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് സുധീഷിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ശരി നിധി, ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബെഡിൽ ചെന്നിരിക്കുകയാണ്. നിധി, നീ ഇവിടെ ഇരിക്കേ, എന്നിട്ട് കാര്യം പറ, നീ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ്. പക്ഷേ സുധീഷിൻ്റെ ഈ പെരുമാറ്റം നിധിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിധിയുടെ മുഖം മാറുന്നുണ്ട്. പെട്ടെന്ന് അവൾ കൈകെട്ടി നിൽക്കുവാണ്. വേറെ എങ്ങോട്ടോ നോക്കി. സുധീഷ് പറയുന്നതും ശ്രദ്ധിക്കുന്നില്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഇത് കണ്ട് സുധീഷിന് കാര്യം മനസ്സിലായി. താനീ കാണിക്കുന്നതൊന്നും നിധിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് നിധിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിധി, നീ ആദ്യമൊന്നും എന്നെ ഈ റൂമിൻ്റെ അടുത്തേക്ക് പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല. ഇന്ന് നീ ഈ റൂമിലേക്ക് എന്നെ ക്ഷണിച്ചു. എന്തിനാ എന്നെ വിളിച്ചത്? എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ നിധി, എത്ര വേണമെങ്കിലും സംസാരിക്കാലോ. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. പിന്നെ ഈ രാത്രി മുഴുവൻ നമുക്ക് സമയമുണ്ടല്ലോ,
പറ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അതിനിടയിൽ സുധീഷിന് നാണം വരുവാണ്. സുധീഷിൻ്റെ മുഖത്തെ ഈ ഭാവങ്ങളൊക്കെ കണ്ടിട്ട് നിധിക്ക് ആകെ ഒരുമാതിരി ആവുകയാണ്. നിധി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നത്? അത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അത് എനിക്ക് നാണം കുറച്ച് അധികമാണ്. നീ ആദ്യമായിട്ടല്ലേ എന്നെ റൂമിലേക്ക് ക്ഷണിക്കുന്നത്, അതിൻ്റെ ഒരു നാണം എനിക്കുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, മതി 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 സുധീഷേ, അത്തരത്തിലുള്ളൊരു കാര്യത്തിനും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെ വിളിച്ചത്. എനിക്ക് ചേട്ടൻ്റെ കാര്യമാണ് നിന്നോട് സംസാരിക്കാനുള്ളത്. ഇത് കേട്ട് പെട്ടെന്ന് സുധീഷ് കാറ്റുപോയ ബലൂണ് പോലെയായി. ആകെ ഒരു അങ്കലാപ്പോട് കൂടി, അതിനു വേണ്ടിയാണോ എൻ്റെ ചേട്ടൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണോ നീ എന്നെ വിളിച്ചത്? ശരിക്കും ഈ റൂമിലേക്ക് അതിനു വേണ്ടിയാണോ വിളിച്ചതെന്ന് വീണ്ടും എടുത്തു ചോദിക്കുകയാണ് സുധീഷ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെ, ചേട്ടനെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വിളിച്ചത്. ചേട്ടൻ്റെ ഈ നിശ്ചയം മുടങ്ങിയത് അറിയാവുന്ന കാര്യമല്ലേ? ചേട്ടനാണെങ്കിൽ ആകെ ഭാവവ്യത്യാസമുണ്ട്. അന്നത്തെ കാര്യം നിങ്ങൾക്കറിയാലോ. അന്ന് രാത്രി ചേട്ടൻ ഇവിടെ നിന്നും പോയിട്ട് പിന്നീട് കാണാതായി. അപ്പോൾ നമ്മൾ എത്രമാത്രം വിഷമിച്ചു. അതുപോലെ ഒരു സംഭവം ഇന്നുണ്ടാവാൻ പാടില്ല. ചേട്ടനെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇന്ന് ചേട്ടൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ചേട്ടൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ടില്ലേ, ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഏത് നേരം. പിന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്തോ ഒരു പന്തികേടുണ്ട്. നിങ്ങൾ ചേട്ടനെ നന്നായി ശ്രദ്ധിക്കണേ. ഉറക്കത്തിൽ ചേട്ടനെങ്ങാനും എഴുന്നേറ്റ് പോയാൽ ആരും അറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്, ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. ശരിക്കും ഇത് പറയാൻ വേണ്ടി തന്നെയാണോ നിധി എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അതും ഡോറൊക്കെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞല്ലോ എന്ന് വീണ്ടും സുധീഷ് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, അതെ, ഞാൻ ഇത് പറയാൻ വേണ്ടി തന്നെയാണ്. ഓ ശരി ശരി, നീ മുൻപ് പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ, പിന്നെ പിന്നെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നിങ്ങനെ ആകാംക്ഷയോട് ചോദിക്കുകയാണ് സുധീഷ്. അപ്പോൾ നിധി മടിയോടുകൂടി പറയുന്നുണ്ട്, ഒന്ന് പോകാമോ? നിങ്ങൾ കുറച്ച് നേരമായില്ലേ ഇവിടെ നിൽക്കുന്നു. എനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്തു. ഇനി നിങ്ങൾ ഈ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് പറയുവാണ്. ഇത് കേട്ടതും സുധീഷിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. സുധീഷ് തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ശരി ശരി, ഞാനിപ്പോൾ ഈ റൂമിൽ നിന്നും പോകണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് മടിയോടുകൂടിയാണെങ്കിലും സുധീഷ് ആ റൂമിൽ നിന്നും ഇറങ്ങിച്ച് പോവുകയാണ്. എന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ ചെല്ലുന്നത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്തിനാടാ നീ ഇങ്ങനെ നാണം കെടുന്നത്? ഇപ്പോഴും നാണം കെട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. എന്തിനാ കുറേ സ്പ്രേയും പൗഡറും ഒക്കെ മുടിയൊക്കെ ചീവി പോയത് എന്ന് പറഞ്ഞുകൊണ്ട് തലമുടിയൊക്കെ ഇങ്ങനെ ചീവി വെച്ചതൊക്കെ ഇങ്ങനെ നാശമാക്കുകയാണ്. അവനക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് പ്രതീക്ഷയോടെയാണ് റൂമിലേക്ക് കയറി ചെന്നത്. പക്ഷേ നിധി ഈ പറഞ്ഞത് കേട്ട് അവൻ ആകെ വിഷമിച്ചാണ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. പിന്നീട് എല്ലാവരും കിടക്കുകയാണ്. എന്നാൽ ചേട്ടൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. സുഭാഷ് ചേട്ടൻ ആ ഉറക്കം കണ്ട് നമ്മുടെ ഹരീഷും സുധീഷൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ചേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ സുധീഷ് ചേട്ടൻ ഇങ്ങനെ ചേട്ടനെ നോക്കുന്നത്? ചേട്ടൻ ഉറങ്ങിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ അന്നത്തെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ. ചേട്ടൻ നമ്മൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ. നിധി പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ശ്രദ്ധിച്ചോളാൻ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ചേട്ടനെ ഉണർത്തണ്ട എന്ന് വിചാരിച്ച് അവർ 3 പേരും മാറി നിന്ന് സംസാരിക്കുകയാണ്. അന്ന് ഉറക്കം നടിച്ച് നമ്മൾ ഉറങ്ങിയതിന് ശേഷം ചേട്ടൻ എഴുന്നേറ്റ് പോയി. അതുപോലെ ഇന്ന് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് മാറി മാറി ഡ്യൂട്ടി ഏറ്റെടുക്കാം. ഒരു 2.5 മണിക്കൂർ ഒരാൾ ഉറങ്ങുക, ബാക്കിയുള്ള ആൾ എഴുന്നേറ്റിരിക്കുക. അങ്ങനെ ഓരോരുത്തരും 2.5 മണിക്കൂർ വെച്ച് ഉറങ്ങാം. അങ്ങനെയാണെങ്കിൽ ആർക്കും കുഴപ്പമില്ലല്ലോ. എങ്കിൽ ശരി ഹരീഷേ, നീ ഉണർന്നിരിക്കേ, ഞങ്ങൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷും സുധീഷും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ഹരീഷാണെങ്കിൽ കൊതുകടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുതച്ചു മൂടി ഒരു ചെയറിലങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും സുഭാഷ് ഏട്ടൻ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. സുധീഷ് പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എടാ നികേഷെ കണ്ടോ? എടാ ഹരീഷെ കണ്ടില്ലേ? നമ്മുടെ സുഭാഷ് ഏട്ടൻ കൂർക്കം വലിക്കുന്നു. ഉറക്കത്തിലല്ലേ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്? അപ്പോൾ സുഭാഷ് ഏട്ടൻ ശരിക്കും ഉറങ്ങിയിരിക്കുകയായിരിക്കുമോ? ഉറക്കം നടിക്കുന്നതായിരിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ നികേഷ് പറയുന്നുണ്ട്, അതെ, ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങാമോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നികേഷും സുധീഷും കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുറേ സമയം, ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറായിട്ടും നമ്മുടെ സുധീഷ് നീക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഹരീഷിനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഇരിക്കാനേ കഴിയുന്നില്ല. സുധീഷ് പെട്ടെന്ന് ചെന്ന് ഹരീഷ് പെട്ടെന്ന് ചെന്ന് സുധീഷിനെ തോണ്ടി വിളിക്കുകയാണ്. ഏയ് സുധീഷേട്ടാ നീക്കേ എണീക്കെന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സുധീഷ് എഴുന്നേൽക്കുന്നേ ഇല്ല. മൊബൈലിൻ്റെ ലൈറ്റൊക്കെ ഓണാക്കി കണ്ണിലേക്ക് അടിക്കുന്നൊക്കെ ഉണ്ട് ഹരീഷ്. പക്ഷേ സുധീഷ് ഒരു അനക്കവും ഇല്ല. അവൻ തലയിലൂടെ പുതപ്പിട്ടങ്ങ് മൂടിക്കിടക്കുവാണ്. എഴുന്നേൽക്കാൻ ഒരു ഭാവവും ഇല്ല.
പിന്നീട് ഹരീഷ് നികേഷിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് വിളിച്ചിട്ടും അവനെ എഴുന്നേൽക്കുന്നില്ല. പിന്നീട് കുറച്ച് വെള്ളമെടുത്ത് സുധീഷിൻ്റെ മുഖത്തേക്ക് അങ്ങ് തെളിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ മുഖം തുടച്ച് എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറഞ്ഞ് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങുകയാണ്. എടാ ദ്രോഹി, എന്നെ ചതിച്ചു അല്ലേ, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും വയ്യ, നേരം വെളുക്കും ഇപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് പെട്ടെന്ന് തൻ്റെ പുതപ്പും തലയണയും ഒക്കെ എടുത്തുകൊണ്ട് ഡോറിനടുത്തേക്ക്, ഫ്രണ്ട് ഡോറിനടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ ഡോറിന് കുറുകെയായിട്ട് പാവിരിച്ച് അവൻ അവിടെ ഇതിൽ കിടക്കുവാണ്. ഇനി ചേട്ടനെങ്ങാനും എഴുന്നേറ്റ് പോവുകയാണെങ്കിലും അറിയാൻ പറ്റുമല്ലോ, ഫ്രണ്ട് ഡോറിനടുത്ത് കിടന്നാൽ എല്ലാം ഓക്കെ ആവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഹരീഷ് അവിടെ കിടന്നുറങ്ങുകയാണ്. നേരം വെളുത്തതും പതിവ് പോലെ സുഭാഷേട്ടൻ എഴുന്നേൽക്കുന്നുണ്ട്. പായിലേക്ക് ചുറ്റുപാടും നോക്കുമ്പോൾ ഹരീഷിനെ മാത്രം കാണുന്നില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് ഇവനിത് ഇത്രയും നേരത്തെ എവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ഡോറിനടുത്തേക്ക് നോക്കുമ്പോഴാണ് ഹരീഷ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. രണ്ട് കാലും നീണ്ടു നിവർത്തി ഉയരത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഡോറിന് മുകളിലേക്കാണ് കാല് കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ സുഭാഷേട്ടൻ പെട്ടെന്ന് ചെന്നിട്ട്, ഹരീഷ് നീ എന്താടാ ഇവിടെ കിടന്നുറങ്ങുന്നത്, അവിടെ പായ വിരിച്ചിട്ട് അവിടെ കിടന്നിരുന്നതല്ലേ, പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ, സുഭാഷേട്ടാ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറയാണ്. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നീന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എടാ ഹരീഷേ നേരം വെളുത്തു 7 മണിയായി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ആണോ, നേരം വെളുത്തോ? മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, എൻ്റെ സുഭാഷേട്ടൻ എവിടെയും പോയില്ലല്ലോ. ഇതേ സമയം നികേഷ് എഴുന്നേറ്റ് പായിലേക്ക് നോക്കുമ്പോൾ സുഭാഷേട്ടനെ കാണുന്നില്ല. നികേഷ് പെട്ടെന്ന് സുധീഷിനെ വിളിക്കുകയാണ്. സുധീഷേട്ടാ സുഭാഷേട്ടനെ കാണുന്നില്ല എന്ന് പറഞ്ഞതും അവൻ ഞെട്ടി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എവിടെ സുഭാഷേട്ടൻ എന്ന് പറയും. എടാ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയാണ് സുഭാഷേട്ടൻ. അങ്ങനെ സുഭാഷേട്ടൻ എവിടെ പോയില്ല എന്ന് കണ്ടപ്പോൾ അവർക്കും സന്തോഷമാവാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് ഹരീഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താടാ നീ ഇവിടെ കിടക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരുവാണ്. എന്താണ് ഇവിടെ കിടക്കുന്നതല്ലേ, നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കണം ഇത്. എന്താ ഇന്നലെ പറഞ്ഞത്, 2.5 മണിക്കൂർ വെച്ച് ഓരോരുത്തർക്കും ഡ്യൂട്ടി എന്നല്ലേ. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എത്ര നിങ്ങളെ വിളിച്ചു, മാറി മാറി വിളിച്ചു, ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റോ? ഇല്ലല്ലോ, മാട് മാതിരി കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നോ? വിളിക്കുമ്പോൾ തലവഴി പുതപ്പിട്ട് തിരിഞ്ഞു കിടക്കുക അല്ലേ. ഹരീഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് സുഭാഷേട്ടൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് ഡ്യൂട്ടിയോ, എന്ത് ഡ്യൂട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്? അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അതൊന്നുമില്ല സുഭാഷേട്ടാ, അതൊന്നുമില്ല, സുഭാഷേട്ടന് പോ എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ് സുഭാഷേട്ടൻ, എന്താ കാര്യം, നിങ്ങൾ എന്നോട് പറയില്ലേ, ഞാൻ നിങ്ങളുടെ ചേട്ടനല്ലേ, എന്നോട് പറയാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് അന്ന് സുഭാഷേട്ടൻ വീട് വിട്ട് പോയില്ലേ, അതുപോലെ ഇന്നലെയും പോകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോരുത്തരായി സുഭാഷേട്ടനെ കാവലിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവരെന്നെ ചതിച്ചു. നേരം വെളുക്കുമല്ലോ ഞാനിങ്ങനെ ഇരിക്കാൻ കഴിയാത്ത കാരണം സുഭാഷേട്ടൻ ഇതിലെ വഴി പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ച് ഞാനിവിടെ കാവൽ കിടന്നത്. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, എടാ പൊട്ടാ, ഫ്രണ്ട് ഡോർ വഴി മാത്രമാണോ പോവുള്ളൂ ചേട്ടൻ, ഇവിടെ ബാക്ക് ഡോറും ഉണ്ടല്ലോ, സുഭാഷേട്ടൻ അതുവഴി എങ്ങാനും പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരികയാണ്. ഹരീഷ് പറയുന്നുണ്ട്, ഇത്രയും നേരം ഞാൻ ഉറക്കം കാത്തിരുന്നതും പോരാ, ഇനി നേരം വെളുക്കോളം ഞാൻ കാത്തിരിക്കണമായിരുന്നോ? അതാണോ നീ പറയുന്നത്? ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും, അത് മേടിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷേട്ടൻ ചിരിക്കുകയാണ്. എടാ എന്താണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അന്നത്തെ പോലെ പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഞാനങ്ങനെ പോവില്ല. അപ്പോൾ ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് എവിടേക്കെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോകും, ഞങ്ങൾക്ക് സുഭാഷേട്ടനെ അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ സുഭാഷേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ ഹരീഷേ, ഞാൻ അങ്ങനെയൊന്നും ഇനി ചെയ്യില്ല. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ വളരെ സന്തോഷത്തിലല്ലേ ഇരിക്കുന്നത്, ചിരിച്ച മുഖത്തോടല്ലേ ഇരിക്കുന്നത്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്കൊരു വിഷമവും ഇല്ല, നിങ്ങൾ വിശ്വസിക്കേ. എന്തായാലും എല്ലാവരും ചെന്ന് മുഖം കഴുകിയിട്ട് വാ, ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷേട്ടൻ ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോവാണ്. സുഭാഷേട്ടൻ്റെ ഈ ഒരു സന്തോഷം കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു പന്തികേടാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ പായയും പുതപ്പും എല്ലാം മടക്കി വെക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ എനിക്ക് ഈ സുഭാഷേട്ടനെ മനസ്സിലാവുന്നില്ല. സുഭാഷേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നലെ വിവാഹം മുടങ്ങിയ ആളാണ്, എന്നിട്ടും ഇതിനർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അഭിനയിക്കുകയാണോ? അപ്പം നികേഷ് പറയുന്നുണ്ട്, അല്ല സുഭാഷേട്ടൻ നോർമലായി കാണും. അതെങ്ങനെയാടാ നോർമലാകുന്നത്? വിവാഹ നിശ്ചയം ഇന്നലെ മുടങ്ങിയ ആളാ ഇന്ന് ഇത്രയ്ക്കും സന്തോഷത്തിലിരിക്കുന്നതിൽ എന്തോ ഒരു പന്തികേടില്ലേ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടന് ഇഷ്ടമില്ലാത്ത വിവാഹമാണല്ലോ നടക്കാനിരുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് റിക്കവർ ആയത്. നീ ഒന്ന് പോടാ, അങ്ങനെയൊന്നുമില്ല. ഇന്നലെ വിവാഹം മുടങ്ങിയ ആൾ ഇന്ന് പെട്ടെന്ന് അങ്ങ് റിക്കവർ ആവോ?
അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇന്ന് മാത്രമല്ലടാ, ഇന്നലെ പുറത്തു പോയി ചേട്ടൻ മടങ്ങി വരുമ്പോൾ തന്നെ വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇന്നലെ പുറത്തു പോയ സമയത്താണ് എന്തോ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ചേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് വിഷമത്തോടെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അനീഷിൻ്റെ വീട്ടിൽ പോയിട്ടാണ് മടങ്ങി വരുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അനീഷിൻ്റെ വീട്ടിൽ പോയ സമയത്തും ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്തിനും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, ശരി, ഞാൻ എന്തായാലും അനീഷിനോടൊന്ന് അന്വേഷിക്കാം. ഇന്ന് തന്നെ അനീഷിൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം. ഇത് കേട്ട് മറ്റുള്ളവരും ഓക്കെ എന്ന് പറയുവാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും സുധീഷ് പെട്ടെന്ന് അനീഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്നതും ഒരു കുടം വെള്ളമായിട്ട് ചാന്ദിനി വരുന്നതാണ് കാണുന്നത്. പതിവില്ലാതെ ചാന്ദിനി വളരെ സന്തോഷത്തോടെ സുധീഷിനെ നോക്കി ഒരു നാണത്തോടെ ചിരിക്കുകയാണ്. ഇത് കണ്ട് എന്തോ പന്തികേട് സുധീഷിന് തോന്നുകയാണ്. അല്ല, പതിവില്ലാത്തത് ഈ ചാന്ദിനി എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ചോദിച്ചു നോക്കാം എന്നും വിചാരിച്ച് പെട്ടെന്ന് ചാന്ദിനിയോട് ചോദിക്കുകയാണ്, എന്താ ചാന്ദിനി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, എവിടെ ചേട്ടനെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മനീഷ് ഇവരുടെ സൗണ്ട് കേട്ട് അകത്തു നിന്നും ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങളാണോ? വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അകത്ത് കയറിയിരുന്നതും ചാന്ദിനി പെട്ടെന്ന് അവർക്കുള്ള ചായ ഗ്യാസിൽ വെക്കുകയാണ്. എന്നിട്ട് ഇവരെ നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഇത് കണ്ടിട്ട് അനീഷിനോട് പറയുന്നുണ്ട്, അല്ല, നിങ്ങളുടെ പെങ്ങൾക്ക് ഒരേ ചിരി തന്നെയാണല്ലോ, ചിരിച്ചുകൊണ്ടിരിക്കുന്നു, എന്താ പറ്റിയത്? ഇത് കേട്ട് അനീഷും ചിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല, ഇതൊക്കെ പറയുമ്പോൾ അനീഷ് നിങ്ങളും ചിരിക്കുകയാണല്ലോ, എന്താ കാര്യം? അല്ല, ഇന്നലെ ചേട്ടൻ ഇങ്ങോട്ടേക്കല്ലേ വന്നത്? അതിനുശേഷം ചേട്ടൻ ഒരുമാതിരി ഇരിക്കുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തിൽ. ഞങ്ങളാകെ വിഷമിച്ചിട്ടാണ് കയറി വരിക എന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുകയാണ്. വിവാഹം മുടങ്ങിയ ആളല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ കാണുമല്ലോ. അപ്പോൾ ആകെ വിഷമിച്ചിട്ടാണ് കയറി വരിക എന്നാണ് വിചാരിച്ചത്. പക്ഷെ പതിവിലും സന്തോഷത്തോടെ തന്നെ ആളിരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടാണല്ലോ ചേട്ടന് വളരെ അടുപ്പമുള്ളത്. അപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി വന്നത്.